ഹായ്, ഈയിടെയായിട്ട് വൈറലായ ഒരു വീഡിയോ നമുക്ക് ഒരുപാട് ആളുകൾ അയച്ചു തന്നിട്ട് ഇത്തരം സിറ്റുവേഷനിൽ എന്താണ് സെൽഫ് ഡിഫെൻസ് ചെയ്യാനുണ്ടെന്ന് ചോദിച്ചിരുന്നു. കാരണം ഒരു ഫൈറ്റ് ഉണ്ടാകുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ഇങ്ങനെ വന്നിട്ട് പെട്ടെന്ന് തള്ളുന്ന ഒരു സിറ്റുവേഷൻ കാണാറുണ്ട്. പൊതുവേ നമ്മുടെ നാട്ടിലൊക്കെ ഏറ്റവും ആദ്യം ചെയ്യുന്ന ഒരു മെത്തേഡാണിത്. അപ്പോൾ ഇത്തരം സിറ്റുവേഷനിൽ ഇനി ഏത് തരം ആളാണെങ്കിലും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന സെൽഫ് ഡിഫെൻസ് മെത്തേഡാണ്. കാരണം ഈ സിറ്റുവേഷൻ നമുക്ക് എങ്ങനെ അതിജീവിക്കാമെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകും. അപ്പോൾ നമുക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. കാരണം ഇങ്ങനെ സാധാരണ ഫൈറ്റ് ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ കൂടുതലും കണ്ടുവരുന്നത് ഇങ്ങനെ തള്ളി താഴെടുന്നതാണ്. അതായത് മാക്സിമം സ്ട്രെങ്ത്തിൽ ഫുള്ള് ബോഡി ഇങ്ങനെ പുഷ് ചെയ്യും. ഈ സമയത്ത് ചിലപ്പോൾ നമ്മൾ താഴെ വീഴും, വീഡിയോയിൽ കണ്ട പോലെ തന്നെ. അതല്ലെങ്കിൽ നമ്മൾ ബാക്കിലോട്ട് പോകും, ചിലപ്പോൾ പേടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത്തരം സിറ്റുവേഷനിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഓക്കെ, നമ്മളൊന്നും ചെയ്തില്ലെങ്കിൽ സാധാരണ ഇങ്ങനെ നിന്നിട്ടുണ്ടാവും, ഇങ്ങനെ പോകും ബാക്കിലോട്ട്. അപ്പോൾ ഇങ്ങനെ പോകുന്ന സമയത്ത് നമുക്ക് ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ടത്, കാരണം ഒരാളിങ്ങനെ ഫോഴ്സിൽ സ്ട്രോങ്ങിൽ ഒരു ദേഷ്യത്തോടെ വരുന്നതെന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ ഒരിക്കലും ഈ ഒരു പൊസിഷനിൽ നിൽക്കാനേ പാടില്ല. കാരണം ഒരാൾ ഫ്രണ്ടിലോട്ട് വരുന്നുണ്ട് സമയത്ത് നമ്മൾ ഇങ്ങോട്ട് ഒഴിഞ്ഞു മാറിയാൽ മാത്രം മതി. അതായത് ഒരിക്കലും ആ ഒരു പൊസിഷനിൽ നമ്മൾ നിന്നുകൂടാ. ഇനിയിപ്പോൾ വയസ്സായ ആളാണെങ്കിൽ പോലും എല്ലാവർക്കും ഇത് ചെയ്യാൻ പറ്റും. കാരണം നല്ല ഫോഴ്സിലാണ് ഇങ്ങോട്ട് മാറിയാൽ മതി. സാധാരണ ആരോഗ്യമുള്ള ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്ന ആദ്യം കാണിക്കാം. ഇനി ഏതൊരാൾക്കും ചെയ്യാനുള്ളത് രണ്ടാമത് കാണിക്കും. നല്ല സ്പീഡിലോ ഇതുപോലെ നമുക്ക് ഇയാളെ പൂട്ടാൻ പറ്റും. ഇതൊന്ന് സ്ലോ ആയിട്ട് കാണിക്കാം. ഇങ്ങോട്ട് മാറി ഇത് കഴിഞ്ഞിട്ട് ലെഫ്റ്റ് ഹാൻഡിയുടെ നെക്കിൽ ലോക്ക് ചെയ്തിട്ട് താഴോട്ട് ഇയാളെ വലിച്ചിടാൻ പറ്റും. നമ്മൾ മാറി അതേ സമയത്ത് തന്നെ, അതായത് ഇങ്ങോട്ടേക്ക് മാറുന്നുണ്ട്, ഈ സമയത്ത് ലെഫ്റ്റ് ഹാൻഡ് നെക്കിൽ വെച്ചാൽ മതി. എന്നിട്ട് ഇയാളെ താഴെ ഇടാൻ പറ്റും. അപ്പോൾ ഇനി സാധാരണ ഒരു ആരോഗ്യമില്ലാത്ത ആളാണെങ്കിൽ പോലും, വയസ്സായ ആളാണെങ്കിൽ പോലും ഇങ്ങനെ ഒരിക്കലും സ്ട്രെയിറ്റ് ആയി നിൽക്കരുത്. നല്ല ഫോഴ്സിലൊന്നാണ് ഇങ്ങനെ അടിക്കാം. ഞാൻ ഇപ്പോൾ ജസ്റ്റ് ചെയ്തിട്ടില്ല. ഫേസിലോട്ട് നമ്മളുടെ ഈ ഒരു കൈയിൻ്റെ ഭാഗം വെച്ചിട്ട് ഫേസിലോട്ട് മാക്സിമം നിങ്ങളുടെ പവറിൻ്റെ ലിമിറ്റ് വെച്ചുകൊണ്ട് ഇവിടെ അടിച്ചാൽ മതി. ഈ ഒരു പൊസിഷനിൽ തള്ളാൻ വരുന്ന സമയത്ത് തന്നെ നല്ല ഫോഴ്സിൽ തള്ളാൻ മതി. ഇങ്ങനെ അടിക്കാം. ഞാനിപ്പോൾ അടിക്കുന്നില്ല, അടിച്ചാൽ നല്ല പെയിനാവും. അപ്പോൾ ഈ ഒരു സൈഡിൽ നിന്നും കൂടി ഇവിടെ സ്ലാപ്പ് ചെയ്യണം. ഈ ഒരു ഭാഗത്ത് നല്ല ശക്തിയിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതിൻ്റെ മാക്സിമം ശക്തിയിൽ. കോമൺ ആയിട്ടുള്ള ആർക്കും ഇത് ചെയ്യാൻ പറ്റും. ആരോഗ്യമില്ലാത്ത ആളാണെങ്കിൽ പോലും ചെയ്യാനുള്ള മെത്തേഡാണിത്. ഇതൊരു മെത്തേഡും കൂടി നമുക്ക് നോക്കാം. ഫസ്റ്റ് ജസ്റ്റ് ഇതുപോലെ കിക്ക് ചെയ്താൽ മതി. ജസ്റ്റ് കാലെടുത്തിട്ട് വയറിൻ്റെ ഈ ഭാഗത്ത് വെച്ചാൽ തന്നെ ബ്ലോക്കുമായി ഇയാൾക്ക് നല്ല പെയിനും. അപ്പോൾ രണ്ടാമതാണ് അറ്റാക്ക് ചെയ്യാൻ വരാനുള്ള പേടിയും കൂടി ഉണ്ട്. ഒന്നുകൂടി നല്ല ഫോഴ്സിൽ വരുന്ന ഒരാളാണ്. ജസ്റ്റ് ഇങ്ങനെ കിക്ക് ചെയ്താൽ മതി. ഇങ്ങനെ കിക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ ജസ്റ്റാണ് ഇപ്പോൾ ചെയ്തത്. കുറച്ചും കൂടി ഫോഴ്സിൽ ചെയ്ത് കഴിഞ്ഞാൽ ഇയാൾക്ക് നല്ല പെയിനാവും. ഈ സ്റ്റൊമക്കിൻ്റെ ഏത് ഭാഗത്ത് കൊണ്ടാലും നല്ല എഫക്റ്റീവ് തന്നെ ആയിരിക്കും. അപ്പോൾ ഇത്തരം സിറ്റുവേഷനിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഈസി മെത്തേഡാണ് ഒഴിഞ്ഞു മാറുക. ഒരിക്കലും ആ ഒരു പൊസിഷനിൽ നിൽക്കാൻ പാടില്ല. അതല്ലെങ്കിൽ കിക്ക് ചെയ്യുക. ഈ രണ്ടിലേതെങ്കിലും നമുക്ക് പെട്ടെന്ന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ? സ്ഥിരമായിട്ട് പ്രാക്ടീസ് ചെയ്താൽ ഇതൊക്കെ നമുക്ക് കൂളായിട്ട് അനായാസം ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്തരം സിറ്റുവേഷൻ നമുക്ക് പ്രതിരോധിക്കാൻ പറ്റുന്ന ഒരുപാട് വീഡിയോയുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. കൂടെ ഉണ്ടായിരുന്ന അനീഫാണ്. അപ്പോൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി അറിയിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നു. വീണ്ടും അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ.